മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഇസ്രയേൽ ഇറാൻ വിഷയത്തിൽ അന്ത്യശാസനവുമായി അമേരിക്ക. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെന്ന് ഡൊണാൾഡ് ട്രംപ്. അംഗീകരിച്ച് ഇസ്രയേലും ഇറാനും. സ്വാഗതം ചെയ്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ചർച്ചയിലൂടെ പരിഹാരം വേണമെന്ന ആവശ്യം. ഇസ്രയേൽ വ്യോമപാത തുറന്നു. ഇസ്രയേൽ ഇറാൻ വെടിനിർത്തലിന് പിന്നാലെ കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക്. മധ്യേഷ്യയിലേക്കുള്ള വിമാന സർവീസുകൾ ഘട്ടങ്ങളായി തുടങ്ങുമെന്ന് എയർ ഇന്ത്യ. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസ് തുടങ്ങിയതായി ഇൻഡിഗോ. ഇറാനിൽ നിന്ന് 18 മലയാളികൾ ഉൾപ്പെടെ 271 പേരടങ്ങുന്ന ഒരു സംഘം കൂടി ഡൽഹിയിൽ തിരിച്ചെത്തി. ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ കേന്ദ്ര സർക്കാർ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു. സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ വാങ്ങാനുള്ള കരാറിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി. കരാർ 2000 കോടി രൂപയുടേത്. നിലമ്പൂരിലെ തോൽവി വർഗീയ ശക്തികൾ ഒരുമിച്ചു നിന്നതിന്റെ ഫലമെന്ന് ആവർത്തിച്ച് CPM. സകല നിറത്തിലുമുള്ള വർഗീയ ഭീകരവാദികൾ ഒരുമിച്ച് ആക്രമിക്കുന്നത് ആഹ്ലാദമെന്ന് M സ്വരാജിന്റെ FB പോസ്റ്റ്. CPM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കം. വോട്ടർമാരോട് നന്ദി പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിന്റെ റോഡ് ഷോ. മോദി സ്തുതിയിൽ തരൂരിനെതിരെ സംസ്ഥാന കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു. പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയുള്ള തരൂരിന്റെ ലേഖനത്തിൽ നിലപാട് AICC എടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികളെ സ്തുതിക്കുന്നത് അരോചകമെന്ന് K മുരളീധരൻ. വെടിനിർത്തൽ ലംഘനത്തിൽ ഇറാനും ഇസ്രയേലിനും കടുത്ത താക്കീതുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇറാനു നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയാൽ അത് വലിയ തെറ്റാകുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വെടിനിർത്തൽ കരാർ ഇസ്രയേലും ഇറാനും അംഗീകരിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഇസ്രയേൽ വ്യോമപാത തുറന്നു. 12 ദിവസത്തെ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിനൊടുവിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ അതിനു തൊട്ടു പിന്നാലെ ഇറാൻ ആക്രമണം നടത്തിയെന്നാരോപിച്ച് ഇസ്രയേൽ രംഗത്തെത്തി. ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയമാണ് അറിയിച്ചത്. ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ പ്രതിരോധിച്ചതായും ഇതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇസ്രയേൽ വ്യക്തമാക്കി. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ശക്തമായ ആക്രമണം നടത്തണമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് ഉത്തരവിട്ടു. എന്നാൽ ഇസ്രയേലിന്റെ ആരോപണം ഇറാൻ നിഷേധിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഇസ്രയേലിന്റെ ഒരു മേഖലയിലേക്കും മിസൈൽ ആക്രമണം നടത്തിയിട്ടില്ലെന്ന് ഇറാൻ സൈന്യം വ്യക്തമാക്കി. അതിനിടെയാണ് ഇറാനെ ആക്രമിക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കത്തിൽ ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത്. വെടിനിർത്തൽ കരാർ ലംഘിക്കരുതെന്നും ഇസ്രയേൽ വീണ്ടും ഇറാനിൽ ബോംബുകൾ ഇടരുതെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ഇസ്രയേൽ ബോംബുകൾ പ്രയോഗിച്ചാൽ വലിയ ലംഘനമാകുമെന്നും പൈലറ്റുമാരെ തിരിച്ചു വിളിക്കണമെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ടെന്നും ഇരു രാജ്യങ്ങളും ആക്രമണം നടത്തില്ലെന്നും ട്രംപ് അറിയിച്ചു. അതിനിടെ ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളമായ അൽ ഉദൈദ് ആക്രമിക്കേണ്ടി വന്നതിൽ ഇറാൻ പ്രസിഡന്റ് ഖേദം പ്രകടിപ്പിച്ചതായി ഖത്തർ അറിയിച്ചു. ഖത്തറും US തമ്മിലുള്ളത് പതിറ്റാണ്ടുകളായുള്ള ബന്ധമാണെന്നും അത് മേഖലയുടെ സുരക്ഷയ്ക്ക് ഗുണം ചെയ്യുമെന്നും ഖത്തർ വ്യക്തമാക്കി. ഇറാനും ഇസ്രയേലും സംഘർഷമില്ലാത്ത സൗഹൃദ രാജ്യങ്ങളായി തുടരണമെന്നും ഗൾഫ് രാജ്യങ്ങൾ അതിന് നേതൃത്വം നൽകുമെന്നും ഖത്തർ പറഞ്ഞു. ഇറാന്റെ ആക്രമണത്തിനു പിന്നാലെ ഇറാൻ സ്ഥാനപതിയെ വിളിച്ചുവരുത്തി ഖത്തർ പ്രതിഷേധം അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തെ UAE സ്വാഗതം ചെയ്തു. സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ തീരുമാനം സഹായകരമാകുമെന്നും മേഖലയുടെ സ്ഥിരതയ്ക്ക് അനുകൂലമായ അന്തരീക്ഷത്തിന് വെടിനിർത്തൽ കരാർ വഴിയൊരുക്കുമെന്നും UAE പ്രത്യാശ പ്രകടിപ്പിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര ശ്രമങ്ങളെയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയുടെ ഇടപെടലുകളെയും UAE വിദേശകാര്യ മന്ത്രാലയം പ്രശംസിച്ചു. മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് തടയുന്നതിന് പരമാവധി സംയമനം പാലിക്കണമെന്നും രാഷ്ട്രീയ പരിഹാരങ്ങൾക്കും സംഭാഷണങ്ങൾക്കും മുൻഗണന നൽകണമെന്നും UAE ആവർത്തിച്ച് വ്യക്തമാക്കി. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാറിനെ സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. 11 ദിവസത്തെ യുദ്ധത്തിനു ശേഷം സംഘർഷം ലഘൂകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന നിലപാട് മന്ത്രാലയം സ്ഥിരീകരിച്ചു. കരാർ ഉണ്ടാക്കുന്നതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങൾക്ക് സൗദി നന്ദി പറഞ്ഞു. ഈ കരാർ മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനും തുടർച്ചയായ സംഘർഷ സാധ്യതകൾ ഒഴിവാക്കുന്നതിനും സഹായിക്കുമെന്ന് സൗദി അറേബ്യ പ്രതീക്ഷിക്കുന്നതായും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഇസ്രയേൽ ഇറാൻ വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക്. മധ്യേഷ്യയിലേക്കുള്ള വിമാന സർവീസുകൾ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുമെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസ് തുടങ്ങിയതായി ഇൻഡിഗോയും അറിയിച്ചു.
വിമാന സർവീസുകൾ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കാനുള്ള നീക്കത്തിലാണ് വിമാന കമ്പനികൾ. സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് എയർ ഇന്ത്യയും ഇൻഡിഗോയും അറിയിച്ചു. പരമാവധി സർവീസുകൾ നാളെയോടെ തുടങ്ങാനാകുമെന്ന് അധികൃതർ അറിയിച്ചു. യൂറോപ്പിലേക്കും തിരിച്ചുമുള്ള റദ്ദാക്കിയ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. യുഎസിലേക്കും കാനഡയിലേക്കുമുള്ള പല സർവീസുകളും ഉടൻ പുനരാരംഭിക്കുമെന്നും കമ്പനി അറിയിച്ചു. എന്നാൽ സുരക്ഷിതമല്ലാത്ത വ്യോമപാതകൾ ഒഴിവാക്കുന്നത് തുടരും. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസ് തുടങ്ങിയതായി ഇൻഡിഗോയും അറിയിച്ചു. ഇറാനിലേക്കുള്ള സർവീസുകൾക്ക് നിയന്ത്രണം തുടരും. ഇറാൻ ആക്രമണത്തെ തുടർന്ന് ഖത്തർ വ്യോമപാത അടച്ചത് ഇന്ത്യയിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകളെയാകെ ബാധിച്ചിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടാനുള്ള 17 വിമാന സർവീസുകളും കണ്ണൂരിൽ നിന്നുള്ള 12 സർവീസുകളും തിരുവനന്തപുരത്ത് നിന്നുമുള്ള 8 വിമാന സർവീസുകളുമാണ് നേരത്തെ റദ്ദാക്കിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള പുതിയ കരാർ വരുന്നു. 2000 കോടി രൂപയുടേതാണ് കരാർ. അവശ്യഘട്ടങ്ങളിൽ കാലതാമസം ഒഴിവാക്കി സൈന്യത്തിന് ആയുധം സംഭരിക്കാനുള്ള സംവിധാനമാണ് എമർജൻസി പ്രൊക്യൂർമെന്റ് മെക്കാനിസം അഥവാ EP. ഇതുവഴി അടിയന്തര സാഹചര്യങ്ങളിൽ സൈന്യത്തിന് നേരിട്ട് ആയുധങ്ങൾ സംഭരിക്കാം. ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ വാങ്ങാനുള്ള 13 കരാറുകൾക്കാണ് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിരിക്കുന്നത്. ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാർ, വ്യോമാക്രമണ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ സേനയുടെ ഭാഗമാക്കും. ഇൻ്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇൻ്റർഡിക്ഷൻ സിസ്റ്റം, വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം, അതിൻ്റെ ലോഞ്ചറുകൾ, മിസൈലുകൾ, വിദൂര നിയന്ത്രിത നിരീക്ഷണ ഡ്രോണുകൾ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ, വെടിയുണ്ടകളെ പ്രതിരോധിക്കുന്ന ഹെൽമറ്റുകൾ, കവചിത വാഹനങ്ങൾ, തോക്കുകളിൽ ഘടിപ്പിക്കാവുന്ന രാത്രിയിലും കാഴ്ച നൽകുന്ന നൈറ്റ് സൈറ്റ് സംവിധാനം എന്നിവയാണ് അടിയന്തരമായി വാങ്ങിക്കുന്നത്. സേനയെ ആധുനികവൽക്കരിക്കുകയും പുതിയ കാല ഭീഷണികളെ നേരിടാൻ പര്യാപ്തമാക്കുകയും ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് 271 പേരടങ്ങുന്ന ഒരു സംഘം കൂടി ഡൽഹിയിൽ തിരിച്ചെത്തി. 18 മലയാളികളാണ് ഈ സംഘത്തിലുള്ളത്. ഇന്ന് പുലർച്ചെ 3:30-ന് 292 പേരടങ്ങുന്ന ഒരു സംഘവും 8:45-ന് 165 പേരടങ്ങുന്ന മറ്റൊരു സംഘവും ഡൽഹിയിലെത്തുകയായിരുന്നു. 16 മലയാളികളാണ് ഈ സംഘങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ 12 പേർ വിദ്യാർത്ഥികളാണ്. ഇതുവരെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 2731 ആയി. നിലമ്പൂരിലെ തോൽവി വർഗീയ ശക്തികൾ ഒരുമിച്ചു നിന്നതിന്റെ ഫലമെന്ന് ആവർത്തിച്ച CPM. സകല നിറത്തിലുമുള്ള വർഗീയ ഭീകരവാദികൾ ഒരുമിച്ച് ആക്രമിക്കുന്നത് ആഹ്ലാദമെന്നാണ് തോൽവിക്ക് ശേഷമുള്ള M. സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വർഗീയ വോട്ടുകൾ LDFന് വേണ്ട എന്ന പ്രചാരണം ശക്തമാക്കി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാനാണ് CPM തയ്യാറെടുക്കുന്നത്. നാളെ മുതൽ ആരംഭിക്കുന്ന CPM സംസ്ഥാന നേതൃയോഗങ്ങൾ നിലമ്പൂരിലെ തോൽവിയിൽ വിശദമായ വിലയിരുത്തൽ നടത്തും. പാർട്ടിയുടെയും സർക്കാരിന്റെയും എല്ലാ മെഷീനറികളും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങിയത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം M. സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയുടേതല്ല, മറിച്ച് ഇടതുമുന്നണിയുടെ പരാജയമായി തന്നെയാണ് വിലയിരുത്തേണ്ടത്. കാരണം PB അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഉൾപ്പെടെ ഏറ്റവും സമുന്നതരായ നേതാക്കൾക്ക് ഓരോ വാർഡിന്റെയും ബൂത്തിന്റെയും ചുമതലകൾ വീതിച്ചു നൽകിയാണ് തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിട്ടത്. 4 തവണയാണ് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് പ്രചാരണത്തിന് നേതൃത്വം നൽകിയത്. ഫലം വന്നപ്പോൾ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ ബൂത്തുകളിലും സ്ഥാനാർത്ഥിയുടെ സ്വന്തം പഞ്ചായത്തിൽ പോലും അടപടലം തോറ്റു തുന്നമ്പാടി. ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്ന് അംഗീകരിക്കാൻ തയ്യാറാകാത്ത നേതാക്കൾ പക്ഷേ വർഗീയ വോട്ടുകൾ ഒരുമിച്ച് നിന്നു മതേതര മുന്നണിയെ തോൽപ്പിച്ചുവെന്ന വിശകലനവും വിശദീകരണവും ഒന്നിനു പുറകെ ഒന്നായി നിരത്തുന്നു. ഏറ്റവും ഒടുവിൽ M. സ്വരാജിന്റെ FB പോസ്റ്റ് മുന്നമിടുന്നത് വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ടിനെ തന്നെയാണ്. ഒരേ സമയം ഹിന്ദുത്വ താലിബാനും ഇസ്ലാമിക സംഘപരിവാറും കൈകോർത്ത് നിന്ന് ആക്രമിക്കുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ ആഹ്ലാദം വേറെയില്ല എന്നാണ് സ്വരാജ് വിമർശിക്കുന്നത്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ തന്ത്രം പുറത്തെടുത്ത് പ്രചാരണ വിഷയമാക്കാനാകും CPMന്റെ നീക്കം. വർഗീയ വോട്ടുകൾ ഒന്നും LDFന് വേണ്ട എന്ന നിലപാട് ഒറ്റക്കെട്ടായി ആവർത്തിച്ച് മുന്നോട്ട് പോകുകയാണ് ഇടതു നേതാക്കൾ. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും മറ്റന്നാൾ മുതൽ സംസ്ഥാന സമിതിയും ചേരും. നിലമ്പൂരിലെ തോൽവിയിൽ വിശദമായ പഠനവും വിശകലനവും നടത്താൻ പാർട്ടി നിർബന്ധിതമാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വോട്ടർമാരോട് നന്ദി പറഞ്ഞ് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ റോഡ് ഷോ. മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും എത്തി നന്ദി പറഞ്ഞ ഷൗക്കത്ത് താൻ വോട്ടർമാർക്കൊപ്പം ഉണ്ടാകുമെന്നും ഉറപ്പു നൽകി. ആര്യാടൻ ഷൗക്കത്തിന്റെ ഉജ്ജ്വല വിജയത്തിന്റെ ആവേശത്തിലായിരുന്നു ഇന്നും നിലമ്പൂർ.
തന്നെ അകമഴിഞ്ഞ് സഹായിച്ച വോട്ടർമാരോട് ആര്യാടൻ ഷൗക്കത്ത് നന്ദി പറഞ്ഞു. റോഡ് ഷോ ആയി എല്ലാ പഞ്ചായത്തുകളിലും എത്തിയായിരുന്നു നന്ദി പ്രകാശനം. ചന്തക്കുന്നിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി അമരമ്പലത്ത് സമാപിച്ചു. നിയമസഭയുടെ കാലാവധി കുറച്ചു മാസങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിലും എന്നും നിലമ്പൂരിനോടൊപ്പം താൻ ഉണ്ടാകുമെന്ന് ഷൗക്കത്ത് വോട്ടർമാർക്ക് ഉറപ്പു നൽകി. അവർ നൽകിയ വലിയ വിജയത്തിന് അവരോട് നന്ദി പറയാണ്. നമുക്ക് അവരോട് പറയാനുള്ളത്, എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി അവരെ കൂടെ ഞാനുണ്ടാവും. എന്നെ ഒരിക്കലും ഒരു ജനപ്രതിനിധിയായി കാണരുത്, എന്നെ ഒരിക്കലും ഒരു MLA ആയി കാണരുത്, എന്നെ ഒരിക്കലും ഒരു നേതാവായും കാണരുത്. എങ്ങനെയാണോ കഴിഞ്ഞ കാലത്തൊക്കെ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ ഇവരുടെ ഇടയിൽ ഇവരുടെ ഒരു ബാപ്പുട്ടിയായി കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വോട്ടർമാരും വലിയ ആവേശത്തോടെയാണ് ആര്യാടൻ ഷൗക്കത്തിനെ സ്വീകരിച്ചത്. അമൃത ന്യൂസ്, മലപ്പുറം. നിലമ്പൂർ UDF തിരിച്ചുപിടിക്കുമ്പോൾ അത് മുസ്ലിം ലീഗിന്റെ കൂടി വിജയമാണ്. കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം വിജയം ഉറപ്പാക്കാൻ ഇത്തവണ ലീഗ് പ്രവർത്തകരും കയ്യും മെയ്യും മറന്ന് ഒപ്പമുണ്ടായിരുന്നു. നിലമ്പൂരിലെ UDFിന്റെ തിളക്കമാർന്ന വിജയത്തിനു പിന്നിലെ പ്രധാന ഘടകം മുസ്ലിം ലീഗായിരുന്നു. നേരത്തെ പല തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ പൂർണ്ണമായും കോൺഗ്രസിന് ലഭിക്കാറില്ല എന്ന് UDF ക്യാമ്പിൽ അടക്കം പറച്ചിലുകൾ ഉണ്ടായിരുന്നു. അന്തരിച്ച കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ലീഗിനെക്കുറിച്ചും തങ്ങളെക്കുറിച്ചുമുള്ള പരാമർശങ്ങളെല്ലാം ലീഗ് പ്രവർത്തകരിൽ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. ഇതെല്ലാം മുൻകാലങ്ങളിൽ PV അൻവറിനായിരുന്നു അനുകൂലമായി വന്നിരുന്നത്. എന്നാൽ ഇത്തവണ അത്തരം ആരോപണങ്ങൾക്ക് ഇടകൊടുക്കാതെ ശക്തമായി ലീഗ് പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. മുസ്ലിം ലീഗിന്റെ മുതിർന്ന പ്രവർത്തകരെല്ലാം മണ്ഡലത്തിൽ സജീവമായി. പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയ മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ പ്രചരണത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. നിലമ്പൂരിലെ UDFിന്റെ വിജയം ലീഗിനെ സംബന്ധിച്ച് മറ്റു കാരണങ്ങൾ കൊണ്ടും അനിവാര്യമായിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അത് 2026 അധികാര പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുമായിരുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷി നേതാക്കളുടെ ഈ സഹകരണം തന്നെയാണ് ടീം UDFിന്റെ വിജയമാണ് നിലമ്പൂരിൽ ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് പറയിപ്പിച്ചത്. അമൃത ന്യൂസ്, മലപ്പുറം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ ലേഖനത്തിൽ പാർട്ടി നിലപാടെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തരൂരിനെ പോലെ മുതിർന്ന നേതാവിനെ കുറിച്ച് താൻ ഒന്നും പറയില്ല. AICC ആണ് നിലപാട് പറയേണ്ടതെന്നും VD സതീശൻ വ്യക്തമാക്കി. നേതാക്കളാണ്, അപ്പോൾ അവരെക്കാൾ മുതിർന്ന ബോഡി നമ്മുടെ പാർട്ടിക്കകത്തുണ്ട്. AICC ആണ് അതിനെക്കുറിച്ചൊക്കെ കമൻറ്റ് പറയേണ്ടത്. അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാളെക്കുറിച്ച് ഞാൻ പരസ്യമായിട്ട് ഒരു കമൻറ്റും പറയില്ല. അത് പാർട്ടി നേതൃത്വമാണ് എന്താണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. എൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന ഒരാളെക്കുറിച്ച് ഞാൻ കമൻറ്റ് പറയില്ല. ഞാനൊരു പാർട്ടി കോൺഗ്രസ് നേതാക്കളെക്കുറിച്ച് ഒരാളെക്കുറിച്ച് ഒരു കമൻറ്റും ഞാൻ പറയുന്നതിന് ഒരു അനൗചിത്യമുണ്ട്. ഞാൻ അതിലൊക്കെ താഴെ നിൽക്കുന്ന ഒരാളാണ്. ശശി തരൂരിനെതിരെ വീണ്ടും K മുരളീധരൻ. വർക്കിംഗ് കമ്മിറ്റി അംഗം രാഷ്ട്രീയ എതിരാളിയെ സ്തുതിക്കുന്നത് അരോചകമാണ്. നിരന്തരം മോദി സ്തുതി നടത്തുന്നത് ശരിയല്ല. തെരഞ്ഞെടുപ്പ് ദിവസം ശശി തരൂർ നടത്തിയ പ്രസ്താവന ദൗർഭാഗ്യകരമെന്നും പ്രചാരണത്തിന് ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞത് ശരിയല്ലെന്നും K മുരളീധരൻ കുറ്റപ്പെടുത്തി. ശശി തരൂർ വിഷയത്തിൽ നടപടി വേണോ വേണ്ടയോ എന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. വർക്കിംഗ് കമ്മിറ്റി അംഗം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളിയെ നിരന്തരമായി സ്തുതിക്കുന്നത് അത് വളരെ അരോചകമാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ദിവസം നിലമ്പൂരിൽ തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ അതൊക്കെ വളരെ ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് നടപടി വേണോ വേണ്ടേ എന്നുള്ള കാര്യം ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത് അറിയിക്കട്ടെ. ഞങ്ങളേതായാലും ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് 1% വില നിലമ്പൂരത്തെ ജനങ്ങൾ കൽപ്പിച്ചിട്ടില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF നേടിയ വൻ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF പ്രവർത്തകർ ഷാർജയിൽ മധുര വിതരണം നടത്തി വിജയം ആഘോഷിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ ഇൻകാസ് ഷാർജ ആക്ടിംഗ് പ്രസിഡന്റ് രഞ്ജൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര, SM ജാബിർ, അഡ്വക്കേറ്റ് YA റഹീം, റോയ് മാത്യു, അനിൽ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. കുവൈറ്റിൽ 600ഓളം ആളുകളോട് ഒരു മാസത്തിനുള്ളിൽ തങ്ങളുടെ താമസ വിലാസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റി. ഇതിനായി അതോറിറ്റിയുടെ ആസ്ഥാനം സന്ദർശിച്ചോ സഹേൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ ചെയ്യാവുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് ഉടമകൾ കെട്ടിടങ്ങൾ പൊളിച്ചത് കാരണമാണ് ഇവരുടെ വിലാസങ്ങൾ നീക്കം ചെയ്തത്. കുവൈറ്റ് അൽയൗം ഔദ്യോഗിക ഗസറ്റിൽ അതോറിറ്റി ഈ വ്യക്തികളുടെ പേരുകൾ പ്രസിദ്ധീകരിച്ചു. വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ ഓരോ വ്യക്തിക്കും 100 KD പിഴ ചുമത്തുമെന്ന് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി.
കുവൈറ്റിൽ നിലവിലെ സംഘർഷങ്ങൾക്കിടയിലും സഹകരണ സംഘങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത സ്ഥിരമായി തുടരുകയാണെന്നും എല്ലാ അവശ്യ സാധനങ്ങളും ലഭ്യമാണെന്നും സാമൂഹികകാര്യ മന്ത്രാലയം. ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്നും ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കാൻ കൃത്യമായ പദ്ധതികൾ നിലവിലുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ഭക്ഷ്യവസ്തുക്കൾ പരിഭ്രാന്തരായി വാങ്ങിക്കൂട്ടുന്നത് ഒഴിവാക്കണമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സാധനങ്ങൾ സംഭരിച്ചു വെക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾ കേടാകാനും സാമ്പത്തിക നഷ്ടങ്ങൾക്കും വൈദ്യുതി ഉപയോഗം വർദ്ധിപ്പിക്കാനും ഇടയാക്കുമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. സോഷ്യൽ മീഡിയകൾ വഴി പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾക്ക് പകരം ഔദ്യോഗിക നിർദ്ദേശങ്ങളെ ആശ്രയിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. സൗദി അറേബ്യയിൽ വാഹനാപകടത്തിൽ മലയാളി കുടുംബം അപകടത്തിൽപ്പെട്ടു. ഒരു കുട്ടി മരിച്ചു. ദമാമിന് സമീപം ഹുറൈറയിൽ ദമാം റിയാദ് ഹൈവേയിൽ വെച്ച് നടന്ന വാഹനാപകടത്തിലാണ് തൃശൂർ തളിക്കുളം സ്വദേശി കല്ലിപ്പറമ്പിൽ സിദ്ദിഖ് ഹസൈനാറിന്റെ കുടുംബം ഇന്ന് പുലർച്ചെ അപകടത്തിൽപ്പെട്ടത്. സിദ്ദിഖിന്റെ ഇരട്ട കുട്ടികളിൽ ഒരാളായ ഫർഹാന ഷെറിൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സിദ്ദിഖ്, ഭാര്യ, മറ്റു 2 കുട്ടികൾ എന്നിവർ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സന്ദർശക വിസയിൽ സൗദിയിലെത്തിയ കുടുംബം വിസ പുതുക്കുന്നതിനായി ബഹ്റൈനിലേക്ക് പോയി റിയാദിലേക്ക് മടങ്ങവെയാണ് അപകടം ഉണ്ടായത്. സൗദിയിലെ ബഖാലകൾ എന്നറിയപ്പെടുന്ന ചെറിയ ഗ്രോസറി കടകളിൽ സിഗരറ്റും മറ്റു പുകയില ഉൽപ്പന്നങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇറച്ചി തുടങ്ങിയ സാധനങ്ങൾ വിൽക്കുന്നത് സൗദി നഗര പാർപ്പിടകാര്യ മന്ത്രാലയം വിലക്കി. ബഖാലകൾക്കും സൂപ്പർ മാർക്കറ്റുകൾക്കും ഹൈപ്പർ മാർക്കറ്റുകൾക്കും ബാധകമായ പുതിയ വ്യവസ്ഥകൾ പ്രകാരമാണ് വിലക്കിയിട്ടുള്ളത്. ഇത്തരം ഉൽപ്പന്നങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിൽ വിൽക്കാൻ അനുമതിയുണ്ട്. എന്നാൽ സൂപ്പർ മാർക്കറ്റുകളിൽ ഇറച്ചി വിൽപ്പനയ്ക്ക് പ്രത്യേക ലൈസൻസ് നേടണം. ഹൈപ്പർ മാർക്കറ്റുകളിൽ എല്ലാത്തരം ഉൽപ്പന്നങ്ങളും വിൽക്കാൻ അനുമതിയുണ്ട്. ലോകമെങ്ങുമുള്ള സഞ്ചാരികളുടെ ഇഷ്ട ഇടമായി ദുബായ് തുടരുന്നു. ഈ വർഷത്തിൽ ആദ്യ 5 മാസങ്ങളിൽ ദുബായിലേക്ക് എത്തിയത് 8.68 ദശലക്ഷം സന്ദർശകരാണ്. കഴിഞ്ഞ വർഷം ഈ കാലയളവിനെ അപേക്ഷിച്ച് 7% വളർച്ചയാണ് സന്ദർശകരുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയതെന്ന് ടൂറിസം പെർഫോമൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ദുബായ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കോണമി ആൻഡ് ടൂറിസമാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ സന്ദർശകർ ദുബായിലെത്തിയത്. 2 ദശലക്ഷത്തോളം സന്ദർശകരാണ് പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നും എത്തിയത്. റഷ്യ, കോമൺവെൽത്ത് രാജ്യങ്ങൾ, കിഴക്കൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നും ദുബായ് കാണാൻ നിരവധി സന്ദർശകരും എത്തി. ഈ വർഷം ആദ്യ 5 മാസങ്ങളിൽ ദുബായിലെ ഹോട്ടലുകളിൽ ശരാശരി 83% റൂമുകളും ബുക്ക് ചെയ്തുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് സൗജന്യ മെഡിക്കൽ സേവനവുമായി അമൃത ആശുപത്രി. കൊച്ചിയിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘമാണ് ക്ഷേത്രത്തിലെത്തിയത്. വെള്ളിയാഴ്ച വരെ സേവനം ലഭിക്കും. കൊട്ടിയൂർ ദേവസ്വത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ നിന്നും വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘമാണ് ക്ഷേത്രത്തിലെത്തിയത്. അമൃത ആശുപത്രി സർജറി പ്രൊഫസർ ഡോക്ടർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൊട്ടിയൂരിൽ സൗജന്യ വൈദ്യപരിശോധന നടത്തും. ഡോക്ടർമാരും ടെക്നീഷ്യന്മാരുമടക്കം 15 പേരാണ് സംഘത്തിലുള്ളതെന്ന് ഡോക്ടർ ശ്രീകുമാർ പറഞ്ഞു. കൊട്ടിയൂർ ദേവസ്വത്തിന്റെ അഭ്യർത്ഥന പ്രകാരം അമ്മയുടെ അനുഗ്രഹ ആശീസ്സുകളോടെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് ഒരു സംഘം ഡോക്ടേഴ്സും പാരാമെഡിക്കൽ സ്റ്റാഫും വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളായിട്ട് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് വേണ്ട വൈദ്യസഹായം എത്തിക്കാൻ വേണ്ടിയിട്ട്. തലശ്ശേരി മാതാ അമൃതാനന്ദമയി മഠത്തിൽ നിന്നും മഠാധിപതി സ്വാമി അഭേദ്യാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ അമ്മയുടെ ഭക്തരും സഹായത്തിനായി സംഘത്തോടൊപ്പമുണ്ട്. ക്യാമ്പിന് വേണ്ട സഹായവുമായി എപ്പോഴും കൂടെയുണ്ടാകുമെന്ന് സ്വാമി അഭേദാമൃതാനന്ദപുരി പറഞ്ഞു. കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഞങ്ങൾ അമൃതയിൽ നിന്ന് 5-6 ഡോക്ടേഴ്സും സപ്പോർട്ടിംഗ് സ്റ്റാഫുമായിട്ട് വന്ന് ഇവിടെ സേവനം ചെയ്യാണ്. ഇവിടെ ഡോക്ടേഴ്സിനെ കിട്ടാനുള്ള ദൗർലഭ്യം അവർ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ വളരെ തിരക്കുണ്ടായിട്ടും അവരുടെ അഭ്യർത്ഥന പ്രമാണിച്ച് അമ്മയുടെ സേവനം ഇവിടെയും കൊട്ടിയൂരിലെ ഭക്തർക്ക് വേണ്ടിയും സാധ്യമാക്കിയിരിക്കുകയാണ്. ക്ഷേത്രത്തിലെത്തുന്നവർക്ക് അമൃത ആശുപത്രിയുടെ സേവനം വലിയ ആശ്വാസമാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികളും പ്രതികരിച്ചു. ഈ സേവനം ചെറുതല്ല, വെറും വാക്കുകളുകൊണ്ടല്ല നമ്മൾ പറയുന്നത്. ഇത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ഇവിടെ വരുന്ന ഭക്തന്മാർക്ക് വേണ്ട സൗകര്യം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് നിങ്ങളുടെ ഈ നല്ല മനസ്സിന് ട്രസ്റ്റി ബോർഡിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വർഷം മുതൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ കാലത്ത് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് എറണാകുളം അമൃത മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹായം നമുക്ക് തന്നിരിക്കുകയാണ്. അതിന് അമൃതാനന്ദമയി ദേവിയോടും
അമൃതാനന്ദമയി മഠം ട്രസ്റ്റിനോടും ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർമാരോടും പാരാമെഡിക്കൽ സ്റ്റാഫിനോടും കൊട്ടിയൂർ ദേവസ്ഥൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. വെള്ളിയാഴ്ച വരെ അമൃത ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സേവനം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഉണ്ടാകും. അമൃത ന്യൂസ്, കണ്ണൂർ. അടിയന്തരാവസ്ഥയുടെ വാർഷികം സർവകലാശാലകൾ ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കണമെന്ന് വൈസ് ചാൻസലർമാർക്ക് ഗവർണറുടെ കത്ത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സാഹചര്യവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും വിശദീകരിക്കുന്ന സെമിനാറുകളും യോഗങ്ങളും നാടകങ്ങളും സർവകലാശാലകൾ സംഘടിപ്പിക്കണമെന്നും ഗവർണർ നിർദ്ദേശിക്കുന്നു. രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ വാർഷിക ദിനമാണ് ജൂൺ 25. അന്നേ ദിവസം സർവകലാശാലകൾ ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കണമെന്നാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിർദ്ദേശിക്കുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് എല്ലാ VC-മാർക്കും ഗവർണർ കത്തയച്ചു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യം, രാജ്യത്തുണ്ടായ അക്രമങ്ങൾ തുടങ്ങിയവ വിശദീകരിക്കുന്ന സെമിനാറുകളും യോഗങ്ങളും കവിതകളും നാടകങ്ങളും സംഘടിപ്പിക്കണമെന്നാണ് ഗവർണർ ആവശ്യപ്പെടുന്നത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ധീരമായി പോരാടിയവർക്ക് ആദരമർപ്പിക്കാൻ ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഗവർണർ VC-മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് കത്തയച്ചിരിക്കുന്നത്. അതേസമയം ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുന്നതിനെ എതിർത്ത് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇതിനോടകം രംഗത്തുണ്ട്. അതിനു പിന്നാലെയാണ് കേരള ഗവർണർ സർവകലാശാലകളിൽ തീരുമാനം നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശ്രീനാരായണ ഗുരു ഗാന്ധിജി കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഡൽഹിയിൽ തുടക്കം. കൂടിക്കാഴ്ച വികസിത ഭാരതത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് ഊർജം പകർന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതേസമയം മോദി ഗാന്ധിജിയുടെ പ്രതീകമെന്നും മതഭേദങ്ങൾക്കപ്പുറത്ത് പ്രധാനമന്ത്രി രാജ്യത്തെ കാണുന്നുവെന്നും ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വീണ്ടും കാണാൻ സെൻസർ ബോർഡ് തീരുമാനം. റിവ്യൂ കമ്മിറ്റി വ്യാഴാഴ്ച ചിത്രം കാണും. റീജിയണൽ ഓഫീസർ ഫോണിലൂടെയാണ് ഇക്കാര്യം സിനിമയുടെ അണിയറ പ്രവർത്തകരെ അറിയിച്ചത്. അതേസമയം ജാനകി എന്ന പേര് മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് നിർമ്മാതാക്കൾ വ്യക്തമാക്കി. JSK സിനിമയിലെ ജാനകി എന്ന പേര് മാറ്റാതെ പ്രദർശനാനുമതി നൽകില്ലെന്ന് CBFC ഫോണിലൂടെയാണ് അണിയറ പ്രവർത്തകരെ അറിയിച്ചത്. എന്നാൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ തയ്യാറായില്ല. കേരള സെൻസർ ബോർഡ് അംഗങ്ങൾ ചിത്രം അംഗീകരിക്കുകയും UA 13+ സർട്ടിഫിക്കറ്റ് നൽകാമെന്ന തീരുമാനത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തതാണ്. 2-3 ദിവസങ്ങൾക്കുള്ളിൽ സാധാരണഗതിയിൽ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ്. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും കാരണം കാണിക്കൽ നോട്ടീസ് പോലും കിട്ടിയില്ല. വിഷയത്തിൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് റിവ്യൂ കമ്മിറ്റി ചിത്രം വീണ്ടും കാണും എന്ന തീരുമാനമുണ്ടായത്. അവർ ഒരു റിവ്യൂ കമ്മിറ്റി ഈ വ്യാഴാഴ്ച മുംബൈയിൽ ഈ ചിത്രം ഒന്നുകൂടെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതുമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു വിവരം. ചിത്രത്തിന്റെയും കഥാപാത്രത്തിന്റെയും പേര് മാറ്റണം എന്ന് പറയുന്നതിന്റെ കാരണം വ്യക്തമാക്കി നോട്ടീസ് നൽകണം, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകണം എന്നതാണ് നിർമ്മാതാക്കളുടെ ആവശ്യം. 96 സ്ഥലങ്ങളിലാണ് ജാനകി എന്ന പേര് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് മുഴുവൻ മാറ്റിയാൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നും നിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. പേര് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരുടെ നിലപാട്. നമ്മൾ ഒരുപാടൊന്ന് ആലോചിച്ച് നോക്കി ആ പടത്തിൽ അങ്ങനെ ഒരു ദേശവിരുദ്ധതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഷ്യൽ ഈവളായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊരു തരത്തിലും ബോധ്യമാവുന്നില്ല. ഇത് ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് റിലീസിങ്ങിന് റെഡിയായി നിൽക്കുന്ന ഒരു സമയത്ത് ഭാരിച്ചൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പേരോ ക്യാരക്ടറിന്റെ പേരോ മാറ്റാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഇത് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് മുന്നോട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ജൂൺ 27-ാം തീയതി 5 ഭാഷകളിലായാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസൺ ഓഗസ്റ്റ് 22 മുതൽ സെപ്റ്റംബർ 7 വരെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. KCL 2ാം പതിപ്പിന്റെ തുടക്കമായി നാളെ രാവിലെ 10:30 തിരുവനന്തപുരം ഹയാത്ത് റീജൻസിയിൽ ഫ്രാഞ്ചൈസി മീറ്റും നടക്കും. ട്രിവാൻഡ്രം റോയൽസ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, തൃശൂർ ടൈറ്റൻസ്, കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ്, ഏരീസ് കൊല്ലം സെയിലേഴ്സ്, ആലപ്പി റിപ്പിൾസ് എന്നീ ടീമുടമകൾ ഫ്രാഞ്ചൈസി മീറ്റിൽ പങ്കെടുക്കും. ലീഗിന്റെ താരലേലം തിരുവനന്തപുരം ഹയാത്ത് റീജൻസിയിൽ ജൂലൈ 5 നടക്കും. IPL ടീമായ രാജസ്ഥാൻ റോയൽസിന്റെ നായകനായ സഞ്ജു സാംസണും മുംബൈ ഇന്ത്യൻസ് താരമായിരുന്ന വിഘ്നേഷ് പുത്തൂരും താരലേലത്തിൽ പങ്കെടുക്കാനായി പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.